ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഒരൊറ്റ മൈൻഡിൽ ഇറങ്ങി തിരിച്ചയാണ് ഈ ഒരു ട്രിപ്പ്. കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോവാണ്. 2-3 ദിവസം കൊണ്ട് അമ്മമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പള്ളിയിലെ പെരുന്നാളാണ് വായോന്ന്. അന്നൊക്കെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നെ ഒന്ന് പോയേക്കാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് ഉച്ചയായപ്പോഴത്തേക്ക് റെഡിയായി പോയതാണ്. 3:35 ട്രെയിന്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ട്രെയിനും കിട്ടി, ഇരിക്കാൻ സീറ്റും കിട്ടി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ 3 പേരും, ഞാനും എൻ്റെ അനിയത്തി പിന്നെ എൻ്റെ കസിൻ വൈഷ്ണവി, ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ട്രെയിനിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഫണ്ണും ഉണ്ടായിരുന്നു. കുറച്ചു നേരം സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിലും പിന്നെ ബോറടിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന പേപ്പറും പെൻസിലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സോസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് ഒരു 5-5:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നെയ്യാറ്റിൻകര സ്റ്റേഷനിലെത്തി. പിന്നെ അവിടുന്ന് കുറച്ച് നേരം നമുക്ക് നടന്ന് ജംഗ്ഷനിൽ ചെന്നിട്ട് വേണം ഓട്ടോയിൽ പോകാനായിട്ട്. കുറച്ച് ദൂരം നടന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി അമ്മമ്മയുടെ വീട്ടിൽ ചെന്നു. നേരെ ഫ്രഷായി ഞങ്ങൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് പള്ളിയിലോട്ട് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴും എൻ്റെ പൊന്നു ഒടുക്കത്തെ ആള്. അത്രയും ആൾക്കാരെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കിളി പറന്നു. കാരണം ഞാൻ ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. വീട്ടിൽ വന്ന് ഉറങ്ങി. രാവിലെ 6:30 ആയപ്പം തന്നെ മാമൻ വിളിച്ച് എണീപ്പിച്ചു. വേറെ ഒന്നുമല്ല, എല്ലാ പ്രാവശ്യവും മാമനും മാമൻ്റെ ഫ്രണ്ട്സും ഫാമിലിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് പള്ളിയിൽ മോരും വെള്ളം കൊടുക്കാറുണ്ട്. ഉച്ച സമയമൊക്കെയാണ്. അപ്പോൾ പള്ളിയിൽ വരുന്ന ഭക്തർക്ക് അവർക്ക് എല്ലാവർക്കും മോരും വെള്ളം കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തു. ആ ഒരു ടൈമിൽ മാമനും മാമൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് വലിയ പാത്രവും ഈ മോരും വെള്ളം കലക്കാനുള്ള പാത്രവും അതുപോലെ തൈരൊക്കെ കളക്ട് ചെയ്തിട്ട് വന്നിട്ട് അവരൊരു ഭാഗത്ത് അത് പൊട്ടിച്ചൊഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കംഫർട്ട് സോൺ വിട്ടിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ആൾക്കാർ എന്ത് ചിന്തിക്കുന്നതൊക്കെ. പിന്നെ ഞാൻ ഒളിച്ചും പാത്തും എങ്ങനെയൊക്കെ ഒപ്പിച്ച വീഡിയോ ആണിത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഷ്ണയുടെ കൈ എരിയാൻ തുടങ്ങി. കാരണം പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഭയങ്കര പുകച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ അവൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാനും അനിയത്തിയൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഒരു 8:30-9 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കാപ്പി കുടിച്ചു. അമ്മമ്മയുടെ സ്പെഷ്യൽ ഇഡലിയും സാമ്പാറും ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓട്ടോ വന്നു. ഓട്ടോയിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി വെച്ച് കൊടുത്തു. ഇതാണ് പള്ളി. പള്ളിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിലാണ് അവിടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അരച്ചുകൊണ്ട് പോയ സാധനങ്ങൾ അവിടെ ചെന്നിട്ടാണ് മിക്സ് ചെയ്തത്. അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാരും ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, ചുമ്മാ ഒന്ന് വെയിലത്തിറങ്ങിയാൽ തന്നെ നല്ല ദാഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു 3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി അത്രയും മോരും വെള്ളം എല്ലാം തീരുന്നുണ്ടായിരുന്നു. അടുപ്പിച്ച് കുറേ വർഷം കൊണ്ട് മാമൻ ഇപ്പം ഇത് കൊടുക്കാറുണ്ട്. ഒരു നേർച്ചയുടെയും ഭാഗമായിട്ടൊന്നും അല്ല, മാമൻ്റെ ഒരു സന്തോഷം മാമൻ്റെ ഫ്രണ്ട്സിനും ഇതുപോലെ ആൾക്കാർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിൽ കൊടുക്കുന്നതാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ 3 പേരും അവിടെ കറങ്ങി നടന്നെങ്കിലും ഒരുപാട് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വെയിലായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. ഫുഡൊക്കെ കഴിച്ചു ഒന്ന് ഉറങ്ങിയിട്ട് വൈകിട്ട് 4:45 ട്രെയിൻ. അപ്പം അതുപോലെ അന്നും ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ഇതെൻ്റെ അനിയത്തിയാട്ടോ. വീഡിയോ എടുത്ത് തരുമെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ കയറി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞായറാഴ്ച കൊണ്ട് ലീവിന് പോയിട്ട് വരുന്ന ആൾക്കാർ കൂടുതലായിരുന്നു. പിന്നെ തമ്പാനൂരൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി.